ഓയ് ഇങ്ങോട്ട് വാ, ഒരു ലോട്ടറി എനിക്ക് വേണം. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു വിളിച്ചതാണ്. സോറി കേട്ടാ, പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ. എത്ര നാളായി ഈ ലോട്ടറി വിൽക്കുന്നത് ചേട്ടൻ? 8-10 വർഷമായി അല്ലേ? നാട് കൂടിയപ്പോൾ നമ്മളെ മയ്യത്തല്ലേ? കുറ്റൂർ അതാണ് എന്നാ കപ്പസ്ഥലം? ചാലോടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ പാവന്നൂർ മുട്ട കഴിയണം. മുട്ടക്കപ്പുറം മുട്ടക്കപ്പുറം നിങ്ങൾ കണ്ടിട്ടില്ല ചെറിയ തീർത്ഥാടന മഴാന്ന് ഒരു ബോർഡ് എഴുതിയില്ലേ? മനസ്സിലായി. വായനശാലന്റെ ബാനന്താല് അന്ന് പറമ്പത്തെ ബാനന്താല കിട്ടി മനസ്സിലായി. നമ്മൾ അന്ന് ഒരു വായനശാല പരിപാടിക്ക് വന്നപ്പോൾ ഓർമ്മയുണ്ടാവും. പൈസ ചേഞ്ച് ഉണ്ടായില്ല, ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അന്ന്. ആൾക്കാർ പൈസ ഇട്ടോ ഇല്ലോ ഒന്നും അറിയാൻ പറ്റില്ല. അത് സത്യം. ആ വീടന്നെ എത്ര? അപ്പൊ ലോട്ടറി നിങ്ങൾ കൊടുത്ത ലോട്ടറിയിൽ എപ്പോഴെങ്കിലും ഭാഗ്യം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? 10 രൂപ അടിച്ചിട്ടുണ്ടല്ലേ? ഒരു 5000 രൂപേന്റെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പൈസ കമ്മീഷൻ കിട്ടും? എത്ര? അവർക്ക് 570 രൂപ കിട്ടും അല്ലേ? 570 കുറവാണ് അല്ലേ? ബമ്പറില്ല, ഓണം ബമ്പറില്ല. അന്നേരം ഓണം ബമ്പർ പിന്നെ ഒന്നത് എടുക്കാം, ഇന്നത്തെ വേറെ ഒന്ന് അത് എടുക്കാം. എന്തായാലും ഏട്ടൻ്റെ കയ്യിലുള്ള ഭാഗ്യം. പേരെന്തായിരുന്നു? പേര് രാജീവൻ അല്ലേ? ആയിക്കോട്ടെ. ഞാൻ നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആദ്യം കണ്ടില്ല, അതാ പുറകെ നിന്ന് വിളിച്ചാട്ടാ. ഓണം ബമ്പർ എപ്പോഴാണ്? നറുക്കെടുപ്പ് എപ്പോഴാണ്? അടുത്ത മാസം. ഓണം കഴിഞ്ഞിട്ടാണ് നറുക്കെടുപ്പ് അല്ലേ? ലോട്ടറി നമുക്ക് അടിക്കട്ടെ. ഈ ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമായിരിക്കും കമ്മീഷനായിട്ട്? കാരണം ഞാനും രക്ഷപ്പെടണം, നിങ്ങൾ അതാ ഉദ്ദേശിച്ചത്. അതെ. എത്ര കോടിയാണ്? 25 കോടി അല്ലേ? ബാക്കി സർക്കാരിന്റെ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 20 കിട്ടുമായിരിക്കും അല്ലേ? ഇന്നലെ പിന്നെ ഈ ഒരു ഓണം മെമ്പറിന്റെ 25 കോടി അല്ലേ? സന്തോഷം. ഈ ലോട്ടറി വാങ്ങാം കേട്ടോ. ഒരു സെക്കൻഡേ. നമസ്കാരം ചങ്ങായിമാരെ, ഇത് നമ്മളെ സ്വന്തം രാജീവേട്ടനാണ്. വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് പരിചയമുള്ളതാണ്. പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ പുള്ളിയിലോട്ട് നടന്നു പോയപ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത്, തിരിച്ചൊന്ന് വിളിച്ചതാണ്. ഒരു ലോട്ടറി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കടയിൽ മുമ്പ് തന്നെ വന്ന് നിൽക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ നമ്മൾ രാജീവേട്ടൻ എന്നൊരു ലോട്ടറി വാങ്ങട്ടെ നമ്മളെ കേട്ടോ. അപ്പോൾ രാജീവേട്ടൻ്റെ കയ്യിലുള്ള ലോട്ടറികളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ രാജീവേട്ടൻ മയ്യിൽ തന്നെ അല്ലേ? ഈ മയ്യിൽ ഏരിയ തന്നെ ഉണ്ടാവില്ലേ? മയ്യിൽ ഭാഗത്തൊക്കെ മയ്യിൽ വാങ്ങണമെല്ലാം രാജീവേട്ടൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് രാജീവേട്ടൻ്റെ ലോട്ടറിയൊക്കെ മേടിച്ചൊന്ന് സഹായിക്കാം അല്ലേ? എല്ലാവരും വാങ്ങുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഒന്നുമില്ല, രാജീവേട്ടന് ക്യാഷ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി വാങ്ങാം അല്ലേ?